ഹായ് ഗായ്സ്, വെൽക്കം വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യേതു. അപ്പോൾ നമ്മളിന്ന് CGLൻ്റെ അടുത്ത ടോപ്പിക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിനകത്ത് ടൈം, ബോട്ട് ടൈം സ്ട്രീമും എല്ലാം വരും. അതിൻ്റെ തന്നെ സബ്പാർട്ടായിട്ട് നമ്മൾ ആവറേജ് സ്പീഡ് ഇത് കഴിഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് സ്പീഡും കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പോവും, നമ്മൾ ബോട്ട് ടൈം സ്ട്രീംസ് പോവും. ഓക്കെ, അപ്പം പ്രോബ്ലംസ് ഓൺ ട്രെയിൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീംസ് പോകും. അപ്പോൾ ഇത്രയും സെഗ്മെൻറ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒറ്റയ്ക്കുള്ളതാണ്. ബട്ട് അത് സെപ്പറേറ്റ് വെയിറ്റേജ് ഉള്ളതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് തന്നെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ, ആവറേജ് സ്പീഡിനെ റിലേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ആവറേജ് സ്പീഡിനെ പറ്റിയുള്ള നമ്മൾ മുമ്പ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ചെയ്തായിരുന്നു. അപ്പം ഇത് ആവറേജിൻ്റെ ആയിരിക്കും. അപ്പോൾ ആവറേജ് സ്പീഡ് മാത്രമുള്ള ക്വസ്റ്റ്യൻസ്. ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതല്ലാതെ ആവറേജ് ഓഫ് സ്പീഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതാണ് നമ്മുടെ ടിപ്പിക്കൽ ആവറേജ്, ശരാശരി അപ്ലൈ ചെയ്യുന്നത്. അതായത് രണ്ട് സ്പീഡുണ്ട്, S1 S2. അതിൻ്റെ ആവറേജ് ഓഫ് സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ S1 + S2/2. എത്ര സ്പീഡുണ്ടോ അതിൻ്റെ എണ്ണത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സ്പീഡിൻ്റെ സം എടുത്തിട്ട്. 3 എണ്ണം ഉണ്ടെങ്കിൽ S1 + S2 + S3/3. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് വേറെ കൺസെപ്റ്റാണ്, അത് റയറായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഇത് തിരിഞ്ഞു പോകില്ല. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ആദ്യം 40 km/h സഞ്ചരിച്ചു 33 മിനിറ്റിൽ. അടുത്ത ഡിസ്റ്റൻസ് എത്ര? പ്ലസ് നാവി മുംബൈ ടു പൂനെ 62 km/h സഞ്ചരിച്ചു 33 മിനിറ്റിൽ. ബൈ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ 33 66. അപ്പോൾ എല്ലാത്തിൽ നിന്ന് ഒരു 33 വെട്ടിക്കളയാവേ. ഇവിടുന്ന് 33 കോമൺ എടുക്കാൻ നേരം 33 × 40 + 62 എന്ന് വരും. അപ്പോൾ 33 ഇൻറ്റു വരാൻ നേരം ഇവിടെ താഴെ 2 പോവും, 33 വെട്ടും. അതായത് ഫൈനലി 40/2 20 + 31 എത്ര വരും? 51 km/h ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, അപ്പം നോക്കിക്കേ, ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ടോട്ടൽ ടൈം നമുക്ക് വേണം. ടോട്ടൽ ഡിസ്റ്റൻസ് 30 km/h. അപ്പോൾ ടോട്ടൽ ടൈം എങ്ങനെ കിട്ടും? ഇവിടെ ഇയാൾ മൊത്തവും സമയം 30 km സഞ്ചരിക്കണം, 40 km/h സഞ്ചരിക്കുന്നത്. അപ്പോൾ റെഗുലർലി ഇയാൾ എത്ര എടുത്തേനെ? സാധാരണ 30 km സഞ്ചരിക്കാൻ നേരം 30/40 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ടൈം കിട്ടും. റെഗുലർ ടൈം കിട്ടും 30/40, 3/4 hours കിട്ടും. ഇതല്ലാതെ ഇത്രയും ഡിസ്റ്റൻസ് സഞ്ചരിക്കുക ഇയാൾ ഈ സമയം എടുക്കും, പ്ലസ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ടോട്ടൽ എത്ര? 5 സ്റ്റേഷൻ ഉണ്ട്. ഓരോ സ്റ്റേഷനിലും 5 മിനിറ്റ് വെച്ച് നിർത്തും. അപ്പോൾ 5 × മിനിറ്റിനെ അവർ ആക്കാൻ /60 ചെയ്യുക. അപ്പോൾ 5 × 5/60. 5 മിനിറ്റ് എന്ന് പറയുന്നത് 5/60 മണിക്കൂറാണ്. അങ്ങനെ 5 സ്റ്റേഷനിൽ നിർത്തും, 5 × മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഫൈനലി ചെയ്യാൻ നേരം 7/6 hours എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ടോട്ടൽ ടൈം കൊണ്ട്. അപ്പം ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 30/7/6 വരും. ആ 6 മണ്ടേ പോയി 30 × 6/7 അപ്രോക്സിമേറ്റ്ലി 25.7 വരും. അപ്പോൾ തന്നെ 25 കിട്ടിയാൽ തന്നെ ഓപ്ഷനിൽ മാർക്ക് ചെയ്തോണം.
25 പോയിൻറ്റ് സംതിങ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണ്ട. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇരുപത്തി 9 ഇൻറ്റു 5 അല്ലേ? 5 കൊണ്ട് വിട്ടാൽ നേരം 32, 5 കൊണ്ട് വിട്ടാൽ നേരം 29. അപ്പം 52 32 32 ഇൻറ്റു 5 160, 32 2 64, 224, 32 ഇൻറ്റു 50 1600, 32 ഇൻറ്റു 2 1664/29. 5 5 345 1 21 4. ഓക്കെ, അപ്പം ഓപ്ഷൻ 55 പോയിൻറ്റ് സംതിങ് വരും. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, ആവറേജ് സ്പീഡ് പി ടു ക്യൂ വരെ ആദ്യം ഇയാൾ 45 km/h സഞ്ചരിക്കും. പി ടു ക്യൂ, ക്യൂ ടു ആർ, ക്യൂ ടു ആർ വരെ 100ഉം പി ടു ക്യൂ വരെ 60 km/h അല്ലേ? അപ്പം പി ടു ക്യൂ വരെ 60ആണ്. അതായത് ഏത് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? ഇവിടുത്തെ ടൈം പി ക്യൂ വരെ എടുത്ത ടൈം എത്ര? ഡിസ്റ്റൻസ് ബൈ 45. ആദ്യത്തെ പി ക്യൂ വരെ ആൾ ഏത് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? 45 km/h. അപ്പം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇവിടുത്തെ ടൈം കിട്ടും. അപ്പോൾ ടോട്ടൽ ടൈം എങ്ങനെയാണ്? നീ ഇവിടുത്തെ ടൈമും കൂടെ ആഡ് ചെയ്യണം. 100 km എത്ര സ്പീഡിൽ സഞ്ചരിക്കും? 65 km/h സഞ്ചരിക്കും. അപ്പോൾ 15 കൊണ്ട് വിട്ടാൽ നേരം 5, 15 കൊണ്ട് വിട്ടാൽ നേരം 4, 5 കൊണ്ട് വിട്ടാൽ നേരം 13, 5 കൊണ്ട് വിട്ടാൽ നേരം 20. 13 ഇൻറ്റു 5 65 പ്ലസ് 80 ബൈ 13 ഇൻറ്റു 4 52. അതായത് ടോട്ടലി 145/52 അവേഴ്സ് ആയിരിക്കും എൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 100 പ്ലസ് 60. ഓക്കെ, കറക്റ്റ് ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പം ഫൈനലി നമുക്ക് വേണ്ടത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് 160/145 എഴുതി വെച്ചേക്കുന്നത് ഇൻറ്റു 52/52 എന്നുള്ള മണ്ടയിൽ പോകും. ഇതിനെ 5 കൊണ്ട് വെട്ടാൻ നേരം 52, 5 കൊണ്ട് വെട്ടാൻ നേരം 29 അല്ലേ? 2 4. ഓക്കെ, 29. ഇനിയും 32 ഇൻറ്റു 52 1664 അല്ലേ? 32 4 10 6 15. സോറി, 1664. അപ്പോൾ 1664 ബൈ ഫൈനലി 29 വരും. ചെയ്യാൻ നേരം 29 ഇൻറ്റു 6 എത്ര? 140, 20, 160. ഒക്കെ 150 സംതിങ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ ഇതും പോവും ഇതും പോവും. ഫൈനലി 55.79 54.79 ആണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 145 അല്ലേ വരുന്നത്? അപ്പം 21 പറ്റില്ല. അപ്പോൾ 214. 214 എത്ര തവണ അടങ്ങും? 29 ഇൻറ്റു 6 ആണെങ്കിൽ 130 അല്ലേ? 180. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 55.71 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്.
ഓക്കെ, കിട്ടിയായിരുന്നോ? ഇത് 2 and 33/56 ആണ്. A man travel from A to B at 3 km/h and he come back B to A at 5 km and he again travel from A to B at 18. ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ, ഇത് വിട്ടേരെ. ഇത് A man travel from A to B at 3 km/h and he come back from B to A at 5 km/h and he again travel 18 km/h, 18 km. Find the average from A to B of the whole journey. ക്വസ്റ്റ്യനിൽ മേക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു, സോറി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആദ്യം ഒരു എത്ര S1 സ്പീഡിൽ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തു, ആ സെയിം ഡിസ്റ്റൻസ് തന്നെ വേറൊരു സ്പീഡ് S2 സ്പീഡിലും കവർ ചെയ്തെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. കാരണം ഇവിടെ പറയുന്നത് എന്തോ A to B എന്നും പിന്നെ തിരിച്ച് B to A എന്നും അല്ലേ, അതായത് ടു ആൻഡ് ഫ്രോ ഡിസ്റ്റൻസ്, അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ട് തിരിച്ച് ബിയിലോട്ട് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ് രണ്ട് ടൈമിലെ സ്പീഡിൽ സഞ്ചരിച്ചപ്പോഴും. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായ അപ്പം നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല ഇതാണ് 2S1 S2 by S1 plus S2. അപ്പം 2 × 84 × 56/140, ലാസ്റ്റ് 14 കൊണ്ട് കിട്ടുമ്പോൾ 10, 14 കൊണ്ട് കിട്ടുമ്പോൾ 6, 6 × 56 എത്ര, 50 × 6 300, 336ൻ്റെ ഇരട്ടി 672 /10 ഉള്ളതുകൊണ്ട് 0.2. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്തോ എറർ വന്നതാ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത കേസിൽ സെറ്റാക്കാം. ആ രീതിയിലൊന്ന് ചെയ്തേ, ആ സെയിം രീതിയിൽ ഇതൊന്ന് ചെയ്തേ, മുമ്പ് ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ സെയിം ടൈപ്പാണ്. ആവറേജ് സ്പീഡ് എങ്ങനെ വരും, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ? ഓക്കെ, ആദ്യം ഓപ്ഷൻ നോക്കണം. ഇതിപ്പോൾ എന്തായാലും 3 കൊണ്ട് വെട്ടാൻ നേരം 10, 3 കൊണ്ട് വെട്ടാൻ നേരം 4 അല്ലേ, 2 കൊണ്ട് വെട്ടാൻ നേരം 5. എന്തായാലും ഇതിനെ 4 × 18/5 എന്തായാലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ നമ്പർ കിട്ടത്തില്ല. ഓപ്ഷനിൽ ബാക്കി 3 ഹോൾ നമ്പറാണ്, ഓപ്ഷൻ 1 മാത്രമേ 14 and 2/5 ആയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടും. അപ്പം തന്നെ റിയലൈസ് ചെയ്ത് ഫർദർ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനൊന്നും നിൽക്കേണ്ട, ഓപ്ഷൻ 1 കുത്തിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ആ സെയിം രീതി. ആ ഫോർമുല ഇട്ട് കൊടുത്തേ 2S1 S2 by S1 plus S2. കാരണം എന്താ, ഇവിടെ ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്യും, ആ സെയിം കവർ ചെയ്യുന്നത് 60 km/h, ആ സെയിം ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യും. കാരണം ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, അങ്ങോട്ട് ട്രാവൽ ചെയ്ത് സെയിം ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആ രണ്ട് കേസിലും, രണ്ട് സ്പീഡിലും സഞ്ചരിച്ചത്. അതുകൊണ്ട് നമുക്ക് 2S1 S2 by S1 plus S2 എന്നുള്ളത് അപ്ലൈ ചെയ്യാം. 2 × 60 × 40/60 + 40 100 വെട്ടിപ്പോകാൻ നേരം 48 km/h ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലംസ് നല്ല രീതി ഈ ഒറ്റ ഫോർമുല അറിഞ്ഞാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ കാൽക്കുലേഷൻ സ്മൂത്ത് ആയാലും മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ.
280, 260, 40 0 കൊടുത്തു, 65, 46, 30, 360, 390. അപ്പം 46 പോയിൻറ്റ് സംതിങ് വരും. 46.51 അടുപ്പിച്ചുള്ള വാല്യൂസ് അല്ലേ. അപ്പോൾ 10 വരും. ഓക്കെ, 46.15 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 300 ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് 300 ബൈ ടോട്ടൽ ടൈം. ആദ്യത്തെ കേസിലെ ടൈം രണ്ടാമത്തെ കേസിലെ ടൈമും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം കിട്ടുന്നത്. ആദ്യത്തെ കേസിൽ 180 കിലോമീറ്റർ 40 km/h സഞ്ചരിച്ചു. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആദ്യത്തെ ടൈം കിട്ടും, പ്ലസ് അടുത്ത ടൈം 120 ഡിസ്റ്റൻസ് ഇൻ 60 km/h. അപ്പോൾ 120/60 2 കിട്ടും. 18/4 9/2 വെട്ടിപ്പോവും. അതായത് 4.5 മണിക്കൂർ. 4യും 2ഉം 6.5 വരും. 6.5നെ ഞാൻ 65/10 എഴുതി, അത് മണ്ടയിലോട്ട് വന്നു. ഓക്കെ, അപ്പം 3000/65 അപ്രോക്സിമേറ്റ്ലി 46.15 km/h ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത് കേട്ടോ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. സമയം ടൈമർ ഇട്ടില്ലേ? ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല. ടൈപ്പ് നമ്മൾ കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വന്നോളും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും കേസിലെ ടൈമിൻ്റെ സമ്മ. ആദ്യത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ടോട്ടൽ 200ഉം 120ഉം 320 കിലോമീറ്റർ സഞ്ചരിച്ചു. ആദ്യത്തെ സമയം എത്ര? ആദ്യം എടുത്ത സമയം 120 കിലോമീറ്റർ 60 km/h. അപ്പം ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആദ്യത്തെ ഡിസ്റ്റൻസ് ബൈ ആദ്യത്തെ സ്പീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം കിട്ടും. അപ്പോൾ 120/60 2 hours, 200/10 2 hours. അപ്പോൾ ടോട്ടൽ 4 hours ആവും. 320/4 80 km/h. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. അപ്പം 360, 30, 390, 393. ബൈ 4ഉം 6ഉം 10ഉം 12. ഓക്കെ, അപ്പം 693, 793, 8, 801/12. 6 തവണ പറ്റും. ഇപ്പോൾ 72, 8, 81 പിന്നെ 6, 66 പോയിൻറ്റ് സംതിങ് വരും. ഓപ്ഷനിലുണ്ടോ? ഓക്കെ, 66 ആൻഡ് 3/4. അപ്പോൾ നോക്കിക്കേ, ആവറേജ് സ്പീഡ് പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എത്ര? 4 + 6 + 3, അതായത് 10ഉം 2ഉം 12. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ അത് 75 × 4. 75ൻ്റെ ഇരട്ടി എത്ര? 150. അതിൻ്റെ ഇരട്ടി എത്ര? 300. ഇരട്ടിയുടെ ഇരട്ടി എടുത്താൽ മതി, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആലോചിച്ചോണം. ഇരട്ടിയുടെ ഇരട്ടി 75ൻ്റെ ഇരട്ടി 150, 150ൻ്റെ ഇരട്ടി 300. അപ്പോൾ ആദ്യത്തെ കേസിൽ 300, രണ്ടാമത്തെ കേസിൽ എത്ര സഞ്ചരിച്ചു? സ്പീഡ് ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് ഇൻറ്റു രണ്ടാമത്തെ കേസിലെ ടൈം. 65.5 × 6. അപ്പോൾ 65 × 6 എത്ര? 60 × 6 എത്ര? 360. അപ്പോൾ 6 × 5 + 30. അപ്പോൾ 360, 30, 390. ഇനി 0.5 × 6 3. അപ്പോൾ 390 + 3 393 സെക്കൻഡ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോണേ. പ്ലസ് പിന്നെത്ര? 54 km/h 2 hours സഞ്ചരിച്ചു. അപ്പം 54 × 2 ടോട്ടൽ 108 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു തേർഡ് കേസിൽ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 300 + 393 + 108/12. ആഡ് ചെയ്യുമ്പോൾ 801/12 കിട്ടും. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ 66 പോയിൻറ്റ് സംതിങ് കിട്ടും. 66ൽ
അല്ലെങ്കിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 66 ആൻഡ് ഒരു പൊടിക്ക് അബവ്, അത് ഓപ്ഷൻ 3 കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്നത്തെ സീരീസ് എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് 10 കഴിഞ്ഞല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ കറക്റ്റഡ് ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിനി റിലേറ്റീവ് സ്പീഡായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ളത് നല്ല വൃത്തിക്ക് എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മുടക്കം വരുത്തി കഴിഞ്ഞാൽ ഒരു 2 to 3 ഡേയ്സ് നിങ്ങൾ അധികം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഗ്രഷൻ കിട്ടാതെ പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്തു വെക്കണം. ഇൻ കേസ് ഫ്രഷ് ആയിട്ടുള്ള ആസ്പിറൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബേസിക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അത് പോയി വാച്ച് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഫസ്റ്റ് ക്ലാസ്സസ്, പിന്നെ സർക്കിൾ സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. ഇപ്പം നമ്മളെപ്പോലുള്ള മെൻറ്റേഴ്സ് നിങ്ങളെ ട്രെയിൻ ചെയ്യാനും ഗൈഡ് ചെയ്യാനായിട്ട് അവിടെ കാണും. നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ എഫക്റ്റീവായിട്ട് നടക്കും. പിന്നെ എക്സ്ട്രീം സർക്കിളും സൂപ്പർ ബാച്ചിലും കുറച്ചുകൂടെ ഗൈഡൻസ് ആയിരിക്കും, മീൻസ് വിത്ത് എ ബിറ്റ് ടഫ് ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടെ പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്ട്രീം സർക്കിളിൽ. റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് സെഷൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. നിങ്ങൾ ഓഫ് സീസൺ സമയത്താണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉഴപ്പി പോകാതിരിക്കാൻ നിങ്ങൾക്ക് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ വർക്കൗട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ വരുന്ന മോക്ക് ഇൻ്റർവ്യൂ ആണ്. ബാങ്ക് എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്ന ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യണം, റിയൽ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്ന് തൊട്ട് മുമ്പുള്ളൊരു അവയർനെസ് സെഷനും കൂടെ നിങ്ങൾക്ക് ലാസ്റ്റ് സെഷനിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓഫ്ലൈനിൽ ഈ നമ്പറിലും ഓൺലൈൻ ഈ തന്നേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ അറിയിക്കും. അപ്പം ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.